അസ്സലാമു അലൈക്കും. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പലാസോ വെച്ചിട്ട് ഒരു കുഞ്ഞു മിഡിയാണ് കേട്ടോ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കുഞ്ഞു മിഡി ഡബിൾ ലെയറിലായിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തുന്നത് നമ്മൾ 8 ഇഞ്ചാണ്. പലാസോൻ്റെ താഴെ നിന്നുള്ള ലെങ്ത്താണ് 8 ഇഞ്ച് അടയാളപ്പെടുത്തുന്നത്. ഇത് അടയാളപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മടക്കി വെച്ചാലാണല്ലോ നമുക്ക് രണ്ട് സൈഡും ഒരേപോലെ കിട്ടുക. അപ്പോൾ നമ്മൾ താഴെ 8 ഇഞ്ച് എല്ലാ ഭാഗത്തും മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ആ 8 ഇഞ്ചിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് അടുത്ത ലെയറിനുള്ള അളവും കൂടി എടുക്കുക. അത് 7 ഇഞ്ചിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് 7 ഇഞ്ച്, അങ്ങനെ അടുത്തടുത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ പലാസോ മടക്കി വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 2 പീസായിരിക്കും കേട്ടോ കിട്ടുക. അപ്പോൾ ഒരു കാല് അളവെടുത്തെങ്കിലും പക്ഷേ കട്ട് ചെയ്യുമ്പോൾ 2 കാലും ഒരുമിച്ചാണല്ലോ കട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിനി കട്ട് ചെയ്തെടുക്കാൻ പോവാം. താഴത്തെ 8 ഇഞ്ചും ആദ്യം കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം മേലത്തെ 7 ഇഞ്ചും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അടുത്ത് നമ്മൾ ആ പലാസോൻ്റെ അരേൻ്റെ ഭാഗമല്ലേ അവിടെ ചെരിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ ജോയിൻ ചെയ്ത ഭാഗത്ത് വേണം ചെരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. നമ്മൾ കുട്ടികളെ അരവണത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഇങ്ങനെ ആയിരിക്കും കേട്ടോ കിട്ടുക, 2 പീസായിട്ട് ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മൾ ആ 2 സൈഡൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ പലാസോൻ്റെ താഴെന്ന് കട്ട് ചെയ്തെടുത്ത പീസില്ലേ, ആ പീസ് രണ്ടും ജോയിൻ ചെയ്ത ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് നീളത്തിലാക്കുക. നമ്മൾ പലാസോക്ക് ഉണ്ടാവുമല്ലോ, ആ ജോയിൻ ചെയ്ത് തയ്ച്ച ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്ത് നീളത്തിലാക്കിയതിന് ശേഷം നമ്മൾ 2 ഭാഗത്തും പീസ് ഇട്ട് കൊടുക്കുക. അത് മേലെയും താഴെയായിട്ട് വരുന്ന രീതിയിൽ വേണം പീസ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ 8 ഇഞ്ചുള്ള ഭാഗം താഴേക്കും മേലേക്ക് 7 ഇഞ്ചുള്ള ഭാഗമാണ് പീസ് ഇട്ട് വരേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 മുന്നിലും ബാക്കിലായിട്ട് ചുറ്റുഭാഗവും പീസ് ഇട്ടിട്ട് തയ്ച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളെ മിഡി സെറ്റായി കഴിഞ്ഞു. നല്ല എളുപ്പമുണ്ട് തയ്ക്കാനായിട്ട്. നമ്മളെ ഒഴിവാക്കിയ പലാസോ ഒക്കെ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റിയ ഒരു മിഡിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഒന്ന് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഇനി വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് വരുന്നതാണ് കേട്ടോ.